അങ്ങനെ അച്ഛൻ മാത്രം ഇടുന്ന് രക്ഷപ്പെടണ്ട. അയ്യാ കൂടി നാലുണ്ടാക്കിക്കോ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പൊ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു. അമ്മയും മേമയിലേടി ഉള്ളേ പായസാക്കുന്നുണ്ടാ? അമ്മേൻ്റെ പിറന്നാളല്ലേ ഇന്ന്? ഫെബ്രുവരി 16 ഫെബ്രുവരി 16 ഏട്ടത്തിൻ്റെ പിറന്നാൾ. അപ്പോൾ ആ പിറന്നാൾ ആഘോഷം എന്ന് പറയാൻ വലിയ ആഘോഷമൊന്നുമില്ല. കാരണം ഏട്ടൻ 4 ദിവസം മുമ്പ് വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ദിവസം കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാമെന്നെല്ലാം വിചാരിച്ച് നിന്നേനു. പക്ഷേ അങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ടില്ല. പിന്നെ ചെറിയ രീതിയിലൊരു ആഘോഷം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ രണ്ടാളെ ഞാൻ അടുക്കളയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാളെ ബാക്കി ഇന്ന് പായസമുണ്ട് അല്ലേ അമ്മീ? പിന്നെ ഏട്ടന ഇപ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ടോ അങ്ങനെ വിളിച്ചിട്ടോ ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വെച്ചാൽ അതും നടക്കാത്തൊരു സാഹചര്യമാണ്. ഓനെ വിളിച്ചാൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഓനുള്ളത്. ഏത് അടുപ്പിൽ വെക്കണം എന്ന് പോലും തീരുമാനമാകാണ്ട് ഉള്ളതെന്ന് തോന്നല്ലോ ഇവിടെ. അല്ല ഇവിടെ രണ്ട് പായസത്തിന് സാധനം കൊടുത്ത് 2 പായസം വെക്കണോ എന്ന് പറയും. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് രണ്ടാളും ഓരോ പായസം വെക്കലാണ്. എന്തിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാലോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും അമ്മ നോക്കിയിരിക്കണം. അപ്പോൾ ഒന്നും കൂടി വാങ്ങാൻ എല്ലാവരും 3 ആക്കേനെ. എന്നാല് അയ്യാ കൂടി 4 ഓളേതായാലും പ്രധാനാക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെന്നാക്കുന്നേ? ഞാൻ പാലട പാലട വയ്ക്കുന്നില്ല. അപ്പം പാലട ഇവിടെ പാലട ഇഷ്ടം. അതെ. അപ്പൊ അമ്മീ രക്ഷപ്പെട്ടു പോനെ. ഇവക്ക് പ്രഥമ ഭയങ്കര ഇഷ്ടം, സാഹചര്യം ഭയങ്കര ഇഷ്ടം, സേമിയ ഇഷ്ടം. എന്നിട്ട് പായസം കൊണ്ട് ആറാട്ട് 2 പായസം വെക്കുന്നുണ്ട്. 2 സാഹിജ് കുടിച്ച് മിക്കവാറും പിന്നെ നാളെ പോക്കുണ്ടാവില്ല. സാഹിജ് ഡ്യൂട്ടിക്ക് പോക്കുണ്ടാവില്ല. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കലാണ്. ഞാൻ അതിന്റെ നടുക്ക് നിന്നിട്ട് ഞാൻ ഇവരാരും ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ അതൊക്കെ തിന്നിട്ട് റെസ്റ്റെടുത്ത് നിൽക്കാതാ ഇവരാക്കുന്നതാക്കട്ടെ. പാലട അതിനകത്ത് എന്തെങ്കിലും എത്തി നോക്കുന്നതെല്ലാം ഉണ്ട്. എന്തെല്ലോ എന്നാ ഇട്ട സാധനം മാറിപ്പോയാ? ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല, ഒന്നുമില്ല. അവിടെ ഇവൾ ആദ്യം ലൈസൻസ് എടുത്തിയാന്ന്. എന്തെന്ന് പറ്റിയാലും പറയാനുള്ള ലൈസൻസ്. കാര്യമായിട്ട് ഇളക്കുന്നില്ല. മറിച്ചിടാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ അടുപ്പടക്കെടുത്ത് മറിച്ചിടും. ഇത് ഭാഗ്യത്തിന് മറിച്ചിടാനുണ്ട്. സത്യം പറയാനുണ്ട്, ഞാൻ അത്ര പോലെ ദോശ മറിച്ചിടാൻ അറിയാത്ത ആളൊന്നല്ല. ഞാൻ ബസ്സിൽ പോകുമ്പോ എല്ലാവരും ദോശ ഇടാൻ പഠിച്ചോന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇനി ആരും അങ്ങനെ ദോശ ഇടാൻ പഠിച്ചോന്ന് ചോദിക്കരുത്. അതോടെ അഭിനയിച്ചേട്ടാ. പക്ഷെ അത് കണ്ടാൽ ആർക്കും അഭിനയം തോന്നുന്നത് ജീവിച്ച് കാണിച്ച പോലെ തന്നെ ഉണ്ട് കേട്ടാ. ഒന്നും അറിയില്ല. പരിപ്പ് കണ്ട് ചോദിക്കും ഉപ്പുമാവാണ്. ആടക്കേ നിങ്ങൾ നോക്കിക്കാ. ഇതാ ഇത് നോക്കിയാട്ടെ. ഇതാണ് ഉപ്പ പോലെ തോന്നില്ല. അത് ആദ്യമായിട്ട് പരിപ്പ് കൊണ്ട് അമ്മ നീ ഇടക്കാർന്ന് കഴിക്കുന്നേ. രണ്ടിനും കടിച്ചെടുക്കാനുള്ള പരിപാടി അല്ലേ? അപ്പുറം ഇപ്പുറം വെള്ളവും മറ്റേ ഇതെല്ലാം എടുത്ത് കൊണ്ട കൊടുക്കുന്നില്ല അമ്മേ. അമ്മിക്ക് പോയിട്ട് തിരക്കുണ്ടല്ലോ അമ്മീ. ഒരു പിറന്നാളായിട്ടുള്ള ഒരു വീഡിയോ ആകുമ്പോൾ സാധാരണ നമ്മളെപ്പോഴും ഒരു കേക്ക് വാങ്ങും, മുറിക്കും, എല്ലാവരും കൂടിയാണ് ഇങ്ങനെ വട്ടത്തിലിരിക്കും. എല്ലാവരും കൂടി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കേക്ക് മുറിക്കലും അങ്ങനത്തെ ഒരു വീഡിയോ സാധാരണ നമ്മൾ ഇടല്ലോ. പക്ഷെ ഇന്നെന്തെങ്കിലും മാറ്റം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പായസാക്കാന്ന് വിചാരിച്ചാണ്. അപ്പോൾ പായസാക്കുമ്പോൾ ഒരാൾ പറഞ്ഞു നമുക്ക് പാലട ആക്കാന്ന്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു എനിക്ക് പിന്നെ പ്രഥമൻ തന്നെ വേണം. അപ്പോൾ പിന്നെ രണ്ടാൾക്കും കൂടി അടിയാകണ്ടെന്ന് വെച്ചിട്ട് രണ്ടാളും അടുത്തേക്ക് വേണ്ടി ആക്കുന്നു. പക്ഷേ എങ്കിലും കുടിക്കണ്ട, നമ്മളും കൂടി കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ആക്കിയത്. എന്തോ ഭാഗ്യത്തിന് അമ്മയോട് ചോദിച്ചിട്ടില്ല. അമ്മ സേമിയും കൂടി വേണമെന്ന് പറയുന്നു. ഇപ്പോൾ ഒരടുപ്പും കൂടി ആക്കിയിട്ട് അപ്പുറത്തുനിന്നും കൂടി ആക്കേണ്ടി വരും. പ്രഥമൻ ഏകദേശം ആയി കഴിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. കാണാൻ ഇല്ല ആയിട്ടില്ല. പാലട എന്തായാലും അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. വെള്ള കളറിലും ഉണ്ട് കാണാൻ. പാലട തിളച്ചോണ്ടിരിക്കുകയാണ്. അല്ല ഇവളന്ന് മുന്തിരിക്കുതല്ലേ വറുത്തിടുന്നേ. എൻ്റെ വയസ്സിൽ കുറച്ച് ഇവളെ വയസ്സിൽ കുറയും ഇടുവാകുമ്പോ നമുക്ക് നോക്കാം. കൊറേ മുന്തിരിക്ക ഓളെല്ലാത്തിനും നോക്കാം. അണ്ടിനകത്ത് ഇടണം കേട്ടോ, മറന്നു വേണ്ട. വേഗം അണ്ടിപ്പരിപ്പ് കരിയാൻ നോക്കിയരാ. അണ്ടിപ്പരിപ്പ് കൊറേ അനക്കും ഒരു അണ്ടിപ്പരിപ്പ്. അതിന്റെ ബാക്കിയുള്ള നെയ്തച്ചു അനക്കം വെച്ചില്ലേ കുറച്ച്. രണ്ടാളും വരുന്നുണ്ട്.
അങ്ങനെ പിറന്നാൾ സ്പെഷ്യൽ പാലട പാൽപ്പായസവും പ്രഥമനും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കുടിച്ചു നോക്കാം. പക്ഷെ നമ്മൾ ആരാദ്യം കുടിക്കും? നമുക്ക് ആദ്യം പിറന്നാളുകാരിക്ക് തന്നെ കൊടുത്താലോ? അതല്ല നല്ലതല്ലേ? എല്ലാം കൂടി ഒന്നിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താലോ നമ്മൾ ആലോചിക്കുന്നത് അല്ലേ മേ? അതല്ല അല്ലേ? കണ്ട ഇത്രയും വലിയൊരു പ്രോത്സാഹനം ഇനി വേറൊന്നും കിട്ടാനില്ല. ഇത് ക്യാമറ ഓഫ് ആക്കുമ്പോൾ മുഖം മാറുമെന്ന് അറിയില്ല. ഇപ്പൊ തൽക്കാലം വേറൊന്നും വേണ്ട. അപ്പൊ പിന്നെ കൺഗ്രാറ്റുലേഷൻസ്. അച്ഛനും ഇവിടെ ഉണ്ട് കേട്ടോ. അച്ഛൻ കുളിച്ചോണ്ടിരിക്കണം. അച്ഛന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കോഴ്സിന്റെ വീഡിയോന്റെ എന്റെ വക നമ്മളെ വക പറഞ്ഞാൽ മതി. അച്ഛൻ വന്നിട്ടുണ്ട്. എന്താ പിന്നെ അച്ഛനും കൂടി ഒരു ഗ്ലാസ് പായസം. അങ്ങനെ അച്ഛൻ മാത്രം ഇടുന്ന് രക്ഷപ്പെടണ്ട. എല്ലാ പിറന്നാൾ വീഡിയോയിൽ മാത്രം ഗസ്റ്റ് റോളിൽ വരുന്ന ആളാണ്. ഇന്നത്തെ നമ്മളെ പിറന്നാൾ സ്പെഷ്യൽ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പായസം രണ്ടാളും പായസമാക്കിയിട്ട് ഇപ്പോൾ കുടിച്ചിട്ടുണ്ട്. ഏകദേശം തീരുമാനമാകാൻ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇല്ല, പായസം കണ്ടാൽ ഞാൻ വെറുതെ വിടൂല. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ടേ. അമ്മി ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാൻ പറ.